ആളുകളെ തളർത്താൻ വേണ്ടി അല്ലെങ്കിൽ മാറ്റി നിർത്താൻ വേണ്ടി ഒരു പിന്നെ ഫോക്കസ് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യേണ്ടത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ശക്തി പകരുന്ന ഈ സമരങ്ങൾ ജനകീയ സമരങ്ങളായി മാറിയിരിക്കുന്നു. രാഷ്ട്രീയ ഇടതും വലതും ഇടപെടുന്നില്ല മനുഷ്യന്റെ പ്രശ്നങ്ങളിൽ. അവർക്ക് വേറെ ചില താല്പര്യങ്ങളാണുള്ളത്. നമ്മളെപ്പോലുള്ള പിന്നെ മനുഷ്യാവകാശ പ്രവർത്തകർ അല്ലെങ്കിൽ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള സമരങ്ങളിൽ ഇടപെടുന്നുള്ളൂ എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ ഈ ടോൾ പ്ലാസയിൽ നടക്കുന്ന നിരാഹാര സമരങ്ങളും കണ്ടില്ല എന്ന് നടിച്ച് നമ്മൾ അമ്മമാർ മാറി നിന്നാൽ നാളെ നമ്മുടെ വീടുകളുടെ അകത്തളങ്ങളിലേക്ക് കയറി വരുമ്പോൾ കരഞ്ഞൊച്ചിട്ടിട്ട് കാര്യം ഉണ്ടാവില്ല. കാരണം ഇവിടുത്തെ സമരം പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷയില്ല. അതുകൊണ്ട് ഈ സമരത്തിന് ശക്തി പകർന്നുകൊണ്ട് ഈ സമരത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് തീർച്ചയായും നമ്മുടെയൊക്കെ ആവശ്യമാണ്. നമ്മളിപ്പോഴുള്ള ഹസീനയും സഹോദരിമാരായ ഹസീനയെ പോലുള്ള ആളുകളൊക്കെ ഇവിടെ കിടന്നു കുറേ ദിവസം. ഇടയ്ക്കിടയ്ക്ക് പാർവതീശയെ പോലുള്ളവർ വന്ന പോലെ ഞാനും 2 ദിവസം വരേണ്ട അവരെ കാണാൻ സംസാരിക്കുകയും ചെയ്യേണ്ടായി. അപ്പോൾ നമുക്ക് കിടക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ശോഭ മാഡം പറഞ്ഞു അവർക്ക് വീട്ടില് കുട്ടികളെ പട്ടിണി കിടത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. തന്നെയല്ല അവർക്ക് ഇങ്ങനെ പട്ടിണി കിടക്കുന്ന കാര്യത്തിൽ വലിയ അഭിപ്രായമില്ല. പക്ഷേ നമ്മള് കുറെ ഇവിടെ തെരുവിലിറങ്ങി നമ്മളെ പോലെയുള്ള ആളുകളെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ബഹളായി പണിയായിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും അറിയും? ബാക്കിയുള്ളവർ മുഴുവൻ തളർന്ന് വീട്ടിലിരിക്കും. ഇതാണ് ഉണ്ടാവണേന്ന് വെച്ചിട്ട് നമ്മുടെ മക്കൾ മുഴുവൻ പറയും ഇനിമേ എല്ലാം ഇറങ്ങരുതെന്ന്. നമുക്ക് അനുസരിക്കാണ്ടിരിക്കാൻ പറ്റും. ഈ മൈക്കിൽ നിന്ന് പറയുന്ന പ്രവർത്തനമല്ല, മറിച്ച് സമാധാനപരമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ട് നേടിയെടുക്കാനുള്ള ശ്രമം. ഇതാണ് നമുക്ക് ഗാന്ധിജി പോലുള്ള മഹാന്മാരായ ആളുകൾ നമുക്ക് ഊർജ്ജം പകർന്നേക്കണം. അത്തരത്തിലുള്ള ഊർജ്ജം നേടിയെടുത്തുകൊണ്ട് നമ്മൾ ഇതിന്റെ മാർഗത്തിൽ ഇവർക്ക് മുഴുവൻ സപ്പോർട്ട്. നമ്മുടെ മക്കളാണ് കിടക്കുന്നത്, നമ്മുടെ സഹോദരങ്ങളാണ് കിടക്കുന്നത്, നമ്മുടെ രക്ഷിതാക്കളാണ് കിടക്കുന്നത്. അവർക്ക് മുഴുവൻ സപ്പോർട്ടും മുഴുവൻ പിന്തുണയും നൽകിക്കൊണ്ട് മുന്നേറാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. എപ്പോൾ വിളിക്കണം അപ്പോഴൊക്കെ നമ്മൾ വരുമെന്ന കാര്യം. നമ്മുടെ വീട്ടിൽ രാവിലെ തന്നെ എല്ലാ പണികളും ചെയ്തു വെച്ചിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങുക. നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ. അവര് വരുന്നില്ലല്ലോ ഇവര് വരുന്നില്ലല്ലോ എന്ന് നമ്മുടെ മുമ്പിൽ ഒരു പ്രതിബന്ധമേ അല്ല, മറിച്ച് ഇത് വിജയിപ്പിച്ചുകൊണ്ട് നമുക്ക് നടക്കാനുള്ള അവകാശം നേടിയെടുക്കേണ്ടത് നമ്മുടെ കൂടി പിന്നെ ഉത്തരവാദിത്വ അവകാശമാണ്, നമ്മുടെ കൂടി ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി നല്ല പിന്നെ എന്താണ് പറയാ നല്ല ആർജവത്തോടു കൂടി അടിയുറച്ച് നിലകൊള്ളാനുള്ള ഒരു മനസ്സാണ്. പിന്തിരിയില്ല ഞങ്ങൾ എന്ന് ആർജവത്തോടുകൂടി ഈ സർക്കാരിനോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് നമ്മുടെ വോട്ടിന് വിലയുണ്ട് എന്ന് മനസ്സിലാക്കിക്കാനുള്ള ഒരു ശ്രമം പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടതുണ്ട്. അതിനായി നമുക്ക് കൂട്ടായി പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇവിടെ നിരാഹാരം കിടക്കുന്ന ഇതിനുവേണ്ടി പരിശ്രമിക്കുന്ന വാസുവേട്ടനെ പോലുള്ള അതുപോലെ ലാലൂർ സമരത്തിന് വേണ്ടി സജീവമായി ഇപ്പോഴും അദ്ദേഹം ജീവൻ പോലും സമർപ്പിച്ചുകൊണ്ട് സമാധാനപരമായി മുന്നേറാണ്. അത്തരത്തിലുള്ള എല്ലാ പിന്നെ സമര നായകന്മാർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ നിരാഹാരം അനുഷ്ഠിക്കുന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ മുഴുവൻ സപ്പോർട്ടും ഉണ്ടാകും. നമ്മുടെ ജനകീയ പിന്നെ വെൽഫെയർ പാർട്ടിയുടെ മുഴുവൻ സപ്പോർട്ടും ഉണ്ടാകും. അതിന്റെ സഹോദരിമാരുടെ സപ്പോർട്ട് ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തതായി സംസാരിക്കുന്നതിന് ശ്രീമതി സുബൈദ ടീച്ചറെ ക്ഷണിക്കുന്നു. അതായത് സംസാരിക്കുന്നതിന് ശ്രീമതി കുസുമൻ ടീച്ചറെ